ഇതാരാണ് ഈ രണ്ട് കുട്ടികൾ? ഹായ്, ഇതാരാണ്? ഇന്നെന്താ പരിപാടി? ഡാൻസ് കളിക്കാൻ പോവാ? ഓക്കെ. അപ്പം റോഷ്നി, ഇതാരാ? ഇത് രണ്ടുപേര് നല്ല അടിപൊളി കോസ്റ്റ്യൂം അല്ലേ? അപ്പോൾ ഇവർക്ക് ഇന്നൊരു ഡാൻസ് പ്രോഗ്രാമുണ്ട്. അപ്പം നമ്മൾ ആ ഒരു ഡാൻസ് പ്രോഗ്രാമിനായിട്ട് നമ്മുടെ അമേരിക്കയിൽ കാലിഫോർണിയയിലെ ലോസ് ആഞ്ചൽസിൽ ലോങ് ബീച്ചിൻ്റെ അടുത്തായിട്ടാണ് തെലുഗു അസോസിയേഷൻ്റെ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ ഇവരുടെ രണ്ട് പേരുടെയും ഡാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ഡാൻസിൻ്റെ പ്രോഗ്രാമിലേക്ക് പോകാം. അതുകൂടാതെ ഇവരെ ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർ അശ്വിനി, പുള്ളിക്കാരി ഇവിടെ ലോസ് ആഞ്ചൽസിൽ അർക്കേഡിയ എന്ന് പറയുന്ന സ്ഥലത്തൊരു ഡാൻസ് സ്ഥാപനം നടത്തുന്നുണ്ട്. അപ്പോൾ അവരുടെ മോളുടെ ഒരു ഭരതനാട്യമുണ്ട്. അപ്പോൾ ആ ഒരു പ്രോഗ്രാമും നമുക്കൊന്ന് റെക്കോർഡ് ചെയ്ത് കൊടുക്കാനുണ്ട് അവർക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിലേക്ക് പോവാം. ഈശ അടിപൊളിയുണ്ട് കേട്ടോ, മോന് സൂപ്പർ. യെസ്, അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ്, സ്കൂളിൻ്റെ ഏരിയയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈശ മോനു, യെസ് ഇതാണ്ടോ, നമ്മൾ മുമ്പ് ഒരു പ്രോഗ്രാമിന് ഇവിടെ വന്നിട്ടുണ്ട്. യെസ്, പ്രോഗ്രാം തുടങ്ങുന്നുള്ളൂ, ഇവിടെ ആളുകളെല്ലാം സെറ്റ് ചെയ്ത് വരുന്നുള്ളൂ. നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ അകത്ത് കയറി നമ്മുടെ വീഡിയോ റെക്കോർഡ് ചെയ്യാനായിട്ട് ഒരു ക്യാമറ അവിടെ കൊണ്ടുപോയി സെറ്റ് ചെയ്തു. എവിടെയാണ്? ഇവിടെ സെറ്റ് ചെയ്തു, ഈ കാണുന്നത്. പിന്നെ ഒരെണ്ണം നമ്മൾ ഇവിടെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതാണ് അശ്വിനിയുടെ ഹസ്ബൻഡ് ഉദയ്. ഹായ്. റോഷ്നി, മക്കൾ വേറെ സ്ഥലത്താണ് ഇരിക്കുന്നത്. ഇവിടെ ആളുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിരെ കണ്ണേ അതിരെ వినట్లేదండి నాది ఎవరు మనం ఎంకరేజ్ చేయాలి కదా మనం వస్తుంది.
ഇനി ഐഷയുടെയും മോൻ്റെ ഡാൻസ് ആണ് വരാൻ പോകുന്നത്.
Together we be singing a song like this. പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മെയിനായിട്ട് നമ്മുടെ കുട്ടികളുടെ പ്രോഗ്രാം 2 പ്രോഗ്രാമുകൾ കഴിഞ്ഞു. അതോടെ നമ്മൾ എന്തായാലും പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ ഈ ഒരു പ്രോഗ്രാമിന് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. തന്നെയല്ല നമുക്ക് തമിഴ് കന്നഡ പ്രോഗ്രാം ആകുമ്പോൾ ആന്ധ്ര പ്രോഗ്രാം ആകുമ്പോൾ നമുക്ക് കുറച്ച് മനസ്സിലാവാനുള്ളൊരു പ്രശ്നം വരും. പിന്നെ നമുക്ക് വേറെ ആരും ഇല്ല ഇവിടെ. നമുക്ക് ശരിക്കും നമ്മുടെ 2 ഫാമിലീസ് മാത്രമേ പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട്. അതുകൊണ്ട് എന്തായാലും നമ്മൾ ഇവിടെ നിന്ന് പതുക്കെ ഇറങ്ങാം. പുറത്തേക്ക് ഇറങ്ങിയിട്ട് കുട്ടികളെ എവിടെയാണെന്ന് നോക്കണം. ഇതിനിപ്പോൾ ഡാൻസ് കളിക്കാനുള്ള ആളുകളാണ്. പിന്നെ എന്താ പറയുന്നത്, ഭക്ഷണമുണ്ട് ഇവിടെ. നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് നിൽക്കുന്നില്ല. ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. പുറത്ത് സാധാരണ കൗണ്ടറുകളുണ്ടാകും ഭക്ഷണത്തിൻ്റെ, ഡ്രസ്സുകളുടെ, ലേഡീസ് ഐറ്റംസിൻ്റെ, ഇങ്ങനെയൊക്കെ. തെലുങ്ക് അസോസിയേഷൻ ലേഡീസിൻ്റെ മാത്രമായിട്ടുള്ള ഒരു പ്രോഗ്രാമാണെന്ന് തോന്നുന്നു. നമ്മൾ ഡാൻസ് ഉള്ളതുകൊണ്ട് മാത്രമാണ് വന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇവരുടെ മൊത്തത്തിലുള്ളൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതായത് തെലുങ്ക് അസോസിയേഷൻ്റെ നാറ്റ്സ് എന്ന് പറയും, അവരുടെ മൊത്തത്തിലുള്ളൊരു ആഘോഷം ഉണ്ടായിരുന്നു. അത് വലിയൊരു പ്രോഗ്രാമായിരുന്നു. ഈ സെയിം സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു. നമുക്ക് മലയാളികളുടെ ഒന്നും ഇതുപോലൊരു പ്രോഗ്രാം നമ്മളിവിടെ ലോസ് ആഞ്ചൽസിൽ വന്നിട്ട് ഇതുവരെയും നമ്മൾ കണ്ടിട്ടില്ല. എന്താ പറയുക, നമ്മൾ അത്രയും ഒരു മലയാളികൾ ലോസ് ആഞ്ചൽസിൽ ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഓരോ ഗ്രൂപ്പുകളൊക്കെ ആയിട്ട് ഓണപ്പരിപാടികളൊക്കെ പല സ്ഥലത്തൂടെ നടക്കുന്നുണ്ട്. പക്ഷേ നമുക്കിതുവരെയും അതിൻ്റെ ഒരു റീച്ച് കിട്ടിയിട്ടില്ല. $25 ഓർണമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ, അതുപോലെ ഡ്രസ്സ് കാര്യങ്ങൾ ഒക്കെ, ചായ കുടിക്കാനുള്ള ഫുഡ്, സ്നാക്സ് ഒക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ താരങ്ങളെത്തി ഡാൻസ് ഒക്കെ കഴിഞ്ഞിട്ട്. എങ്ങനെയുണ്ടായിരുന്നു? ഹായ്, ഹൗ ആർ യു? സൂപ്പർ ഡാൻസ്, ഓസം, കൺഗ്രാറ്റുലേഷൻസ്, യു ഗൈസ് ആർ അമേസിംഗ്. വേർ ഇസ് ഐഷ? No, come here, let me take a photo. Stay together. We took it off. You put the. Look here, look here, look here. യെസ്, റോഷൻ ചായയൊക്കെ വാങ്ങി കുടിക്കാൻ കേട്ടോ. ഞാനൊരു ലസ്സി കഴിച്ചു. എങ്ങനെയുണ്ട് ചായ? നല്ലതാണോ? നല്ല അടിപൊളി ചായ, ജിഞ്ചട്ടി. ഓക്കെ. ഒരുപാട് നേരത്തിന് ശേഷം ഐഷ വന്നു കേട്ടോ. എന്താ കറിയാണോ ഐഷ വീണ്ടും? അല്ല, അവിടെ നമ്മളെ നോക്കിട്ട് ഡാൻസ് എന്ത് രസമായിരുന്നു. എന്തോ പ്രശ്നം കേട്ടോ, അതാണ് മിണ്ടാത്ത. ഇനി നമ്മള് ക്യാമറ ഓഫ് ചെയ്ത് ഓക്കെ ചോദിക്കട്ടെ. ഐഷയുടെ പരിഭവമൊക്കെ നമ്മൾ മാറ്റിയിട്ടോ. കാരണം ഐഷ പ്രോഗ്രാം കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാൻ ചെന്നില്ല എന്ന് പറഞ്ഞിട്ടാണ് ഐഷ അവിടെ ഇരുന്നത്. കാരണം നമ്മൾ മോനും ഐഷ ഒരുമിച്ചാണല്ലോ പ്രോഗ്രാം കഴിഞ്ഞത്. അപ്പം മോനെ എടുത്ത് കണ്ട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പം അവൻ പറഞ്ഞു കുറേ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് അവിടെ ഇരിക്കുകയാണെന്ന്. പക്ഷെ ഐഷ അവരുടെ കൂടെ ഇല്ലായിരുന്നു, മാറിയിരിക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വിളിക്കാൻ ചെല്ലാത്തതിൻ്റെ ഒരു പരാതിയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാം അടിപൊളിയായിരുന്നു. റോഷനി ഇവിടെ ഒരു ചായ എടുക്കാനായിട്ട് പോയപ്പോൾ ഏറ്റവും നല്ല പ്രോഗ്രാം നമ്മുടെ കുട്ടികളുടെ ആയിരുന്നു. പിന്നെ നമ്മുടെ അശ്വിനി ടീച്ചറെ ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചായിരുന്നു. ഇതിന് മുമ്പൊരു വീഡിയോയിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മളിതൊരു വെയിറ്റ് ചെയ്തിട്ട് പുള്ളിക്കാരി എത്തിയിട്ടില്ല. എടി, അശ്വിനി അവിടെ ഇല്ലല്ലോ? അശ്വിനി അവിടെ ഉണ്ട്, പക്ഷേ തിരക്കിലാണല്ലേ? ഓക്കെ, അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ എൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഐഷയുടെയും മോൻ്റെയൊക്കെ തകർപ്പൻ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മോൻ അവിടെ കുട്ടികളായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത് അവരുടെ കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. പുതിയ കിടിലൻ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നമ്മുടെ ഡെത്ത് വാലിയുടെ വീഡിയോസ് ഇനി കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.